السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القبل الجاه وعلى آله وصحبه وسلم تسليما مقدر على مزاجه في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. استغفروا ربكم ثم توبوا إليه. صدق الله المولانا العظيم. التائب من الذنب كمن لا ذنب له. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഈമാൻ എന്ന മനുഷ്യന്മാർ, സത്യവിശ്വാസികൾ, നരകത്ത് ഇട്ട് കരിക്കോ അള്ളക്ക് ഇഷ്ടമില്ല. നരകത്തൊട്ടങ്ങ് ബച്ചാവാകൂ ഉള്ളകൂ, നരകത്തൊട്ടങ്ങ് ബച്ചാവാകൂ. അള്ളാഹ് വെച്ച് വലിയൊരു ഓഫറായിട്ട് തോബ. കാരണം ദോഷാക്കിയ മനുഷ്യന്മാർ അള്ളാഹുമായിട്ട് ദൂരത്താവിടാറ്. ദൂരത്തായ മനുഷ്യന്മാർ അള്ളാഹുടെ മുട്ടപ്പാട് തിരിച്ചു പറയണു. അതായിട്ട് ഇക്കടെ തോബ. അതായിട്ട് അള്ളാഹുടോ ദോഷയാക്കിയ മനുഷ്യന്മാർ തോബത്തിൽ നിന്ന് വിരമിച്ചിട്ട് അള്ളാഹുടെ മുട്ട ബറവുള്ള നല്ല ഒരു അവകാശം ഉണ്ടാക്കണം. അള്ളാഹു തോബ. അതുകൊണ്ട് എന്താക്കണം, ഞങ്ങൾ എപ്പം തോബ ചെയ്യണം. ഞങ്ങൾ കേട്ട എന്തുകൊണ്ടു തോബത്തെ കണ്ടീഷൻ കേട്ട. ഒന്ന്, ഒരൊറ്റ തോബാക്കുമ്പോൾ ദോഷാക്കി കൊതിയറ ഒന്ന് കേട്ടത്. രണ്ടാമത്തത് ആക്കിയ ദോഷത്തെ ബഗ്ഗിൽ ദുഃഖം വരണം. മൂന്നാമത്തെ ബഗ്ഗിൽ ഉദ്ദേശം കരുതി കൂട്ടിയിട്ട് ദോഷാക്കില്ല എന്ന് ദൃഢ നിർദ്ധാരം ഉണ്ടാക്കണം. നാലാമത്തെ കണ്ടീഷൻ, മനുഷ്യന്മാർ ഹക്കിടപാടെന്തുണ്ടെങ്കിലും ഹക്ക് ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തുവിടണം. അത് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു തോബ സ്വീകരിക്കില്ല. മനുഷ്യന്മാർ ഹക്കിടപാട് വെച്ചുകൊണ്ട് തോബ ചെയ്ഞ്ഞ് അള്ളാഹ് എന്താക്കില്ല, തോബ സ്വീകരിക്കില്ല. എന്തൊരു മനുഷ്യന്മാർക്ക് ആർക്കാട്ട് അന്യായക്ക് മനുഷ്യർ എന്തൊരു അന്യായ ആ അന്യായത്തിക്ക് അവണ്ടൊട്ടിയ പരിഹാരം ചെയ്യുന്നത് അവണ്ടൊട്ട് മാഫ് കേട്ടിട്ട് അത് സമാക്കണം. അല്ല പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കാട്ട് പൈസ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കണം. അത് വെച്ചുകൊണ്ട് ഇന്നിട്ട് കൊടുക്കാണ്ടില്ല മനുഷ്യന്മാരില്ല. ചില മനുഷ്യന്മാർ അവനക്ക് മറന്നറിയുന്നു കൊടുക്കണം വേണ്ട എന്ന് തീരുമാനക്കണം മനുഷ്യന്മാരിലാണ്. അങ്ങനെ തീരുമാനപ്പെടും. അതുകൊണ്ട് ഹക്കുണ്ടാകൽ അത് കൊടുക്കണം. അത് കൊടുത്തില്ലാണ്ട് എന്താക്കില്ല, മനുഷ്യന്മാർ ഹക്ക് തീർക്കടത്തോളം ഒരു കാലത്തോളം അങ്ങനെ തോപ സ്വീകരിക്കില്ല. ഇന്നാരോട്ട് കട എടുത്ത മനുഷ്യന്മാരുണ്ട്. അത് കട എന്താക്കണം, കൊടുത്തുവിടണം. കൊടുക്കുവാനൊക്കെ ആവില്ലാണ്ട് തീരാവില്ലാണ്ട് അവനോട്ട് മുട്ട പോയിട്ട് അതുകൊണ്ടാക്കണം നാക്ക് നണ്ട അസഹായക തന്നക്ക് ആവാത്തത് ബഗ്ഗിൽ അവനോട്ട് ചെന്നിട്ട് എന്താക്കണം, മാഫ് ആക്കപ്പാട്ടണം. ഇന്ന് ബാക്കി നാല് ഗീബത്ത് ചന്ദ്രാറ് മനുഷ്യന്മാർ ഇൻസൾട്ട് ആക്കണ മനുഷ്യന്മാർ താസാറാക്കണ നിസ്സാറാക്കണ ಎಲ್ಲ ಕೈ ಸಣ್ಣ ಕಣ್ಣು ಸಣ್ಣ ಎಲ್ಲ ಪರಸ್ಪರ ಉಳ್ಳಾರು മറ്റൊരു മനുഷ്യന്മാർ ഇൽമിന്ന മനുഷ്യന്മാർ അടുക്കും. മനുഷ്യന്മാരാര ഗീബത്തല്ലോ തീര അങ്ങ് ഇഷ്ടന്നത് അങ്ങ് ഇഷ്ടമില്ലാത്തത് അങ്ങ് അനിഷ്ടമായത് അങ്ങനെ എതിർലു അല്ല അഭാവത്തിൽ പേരോലു ചെന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാഫാക്കില്ല. മനുഷ്യന്മാരത് ഒന്നും കൈഡോ തീര. ആറ് മനുഷ്യന്മാരതൊന്നും കൈഡില്ല. അവൻ നല്ലോണം അവൻ്റെ തെല്ലി ബാത്ത് മനുഷ്യന്മാരെ വിഷയം അവനിക്ക് ഇല്ലേ. അവൻ്റെ സ്വന്തം വിഷയം മാത്രമാണ്. സ്വന്തം വിഷയന്ന് അർത്ഥം എന്തോ വേറെങ്കിലും വിഷയം എന്തും ന്യൂന്യത ഒന്നും ചെല്ലണു. എത്ര കൊന്തെന്തെങ്കിലും ചെല്ലണു. അവൻ നല്ലോണം ഭാര്യ നല്ലോണം. കാരണം വേറെങ്കിലും വിഷയം തക്ക ഞങ്ങൾ എന്തി ഞങ്ങൾ കൈട്ടു ഞങ്ങളതേ ഞങ്ങൾ ಯಾರಾಯ್ತು ಬಾಕಿ ಮನುಷ್ಯ ಎಲ್ಲರಿಗೂ ಉಪಕಾರ ಆಗ್ತಾರೆ. ಎಲ್ಲರಿಗೂ ಉಪಕಾರ, ಎಲ್ಲರೂ ಸಂತೋಷ ಆಗ್ಬಿಟ್ಟು ಎಲ್ಲರೂ ಪೊಗಲ್ಡು. ಇದು ಮಾತ್ರ അങ്ങനെ മനുഷ്യന്മാർ ഗൈബത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അതെന്താക്കണം, മാഫാക്കണം. ചാടി ചെന്നിട്ട് ഫിത്തനാക്കിയെങ്കിൽ അതും മാഫാക്കണം. ഇനി ഫിത്തനാക്കിയിട്ട് ലടയാക്കി പറ്റുന്നെങ്കിൽ അതും മാഫാക്കണം. ഇനി അങ്ങനെ മേലെ സുള്ളാരോപ്പ ചെന്നെങ്കിൽ അങ്ങനെ ഇല്ലാത്തതിനെ ആരോപ്പാക്കിരോ ഡൈത്തെങ്കിൽ അതും ഇതാക്കണം, മാഫാക്കണം. എല്ലാവരും അത് ജാതി ഭേദമൊന്നും ഇല്ല. എല്ലാവരും മാഫാക്കണം. പ്രത്യക്ഷ പരോക്ഷ ആറുകാട് നൊമ്പലാക്കിയെങ്കിൽ മാഫാക്കണം. ഇനി നൊമ്പലാക്കി ചെന്നാൽ ഗൊಂತಿಲ್ಲ ಅಂತೈತೆ വേണ്ടി പ്രത്യേകം ധൂവാർക്കണം മറക്കണ്ട എല്ലാവരും. ഇനി ഓണർ കണ്ണ് തപ്പായിട്ട് ലാട്ട് പോട്ട് പൈസമ്മ ജോബ് കിട്ടുറമ്മ ಅಲ್ಲಿ അവിടെ സാമാൻ കട്ടുമ്പന്ത്രമ്മ എന്തിനും ಹಾಕಿಕೊಂಡಿದ್ದೆ ಅದು ಆ ಯಜಮಾನ್ರೆ അങ്ങോട്ട് ഓണർ ಅಲ್ಲಿ ആ വസ്തു മാലിക്കണത് കണ്ടുപിടിച്ചിട്ട് അവനോട്ട് ഇങ്ങനെ നക്കെല്ലാം ഞാൻ പിടിച്ചിട്ട് തോന്നി നിങ്ങൾ അങ്ങാടിലിന്നെ പിടിച്ച് എന്തെങ്കിലും ഒരു സമയം എന്തെങ്കിലും ആ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കേൾക്കാൻ തിണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജോബ് ഗിലിച്ചെങ്കിൽ എന്ത് നിങ്ങളൊക്കെ മാഫാക്കോറു എന്ന് ചെല്ലണം. ഓണും ചെല്ലണം, ನಾನು ಮಾಫಾಕಟಾಂಡು. ಅವನು ವಿಶಾಲ ಮನಸ್ಸುಂಟಾವನು.
അങ്ങനെ എന്തെങ്കിൽ എന്താവും അള്ളാഹു മാഫാക്കടാ. പിന്നെ ആരോ ആസ്തി ഉൾകെട്ടാറ്, ആസ്തിയെ ഉൾകെട്ടാറ്, ആരോ സ്വത്ത് ഉൾകെട്ടാറ്, എന്താക്കല് ഇതെല്ലാം അല്ല മാഫാക്കല്ല. ഇനി ഒരബ്ബടെ ആസ്തി ഉണ്ട്, ഒരേ മോന് ധാരാളം തിന്നോ, എല്ലാ മക്കൾക്ക് ഒരുത്ത മക്കും സമയത്ത് കൊടുത്തോണ്ടില്ല, ഓൺ കൊടുക്കണതില്ല, അബ്ബുണ്ട് അബ്ബും കൊടുക്കില്ല, കൊടുക്കേണ്ടത് അതുകൊണ്ടൊന്നും അല്ല മാഫാക്കല്ല. അതുകൊണ്ട് അല്ലാഹു മാഫാക്കില്ല. കാരണം ധാരങ്ങളെ സ്വത്തിനോട് ചിന്തിച്ചിട്ട് എന്ത് തോപ ചെയ്യുന്നത് അള്ളക്ക് ഇഷ്ടമേ ഇല്ല, അള്ളക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇതാക്കണം, ധാരങ്ങൾ എന്തു വരാത്തവരെ ഭാരി ജാഗ്രത ആക്കണം. അതുകൊണ്ട് ഒരബ്ബടെ സ്വത്ത് ഒരേ മോൻ ഇഷ്ടം കിട്ടിയവർ തിന്നും പോലില്ല. ഞങ്ങൾ ഉമ്മുണ്ട്, ഉമ്മയുടെ ഞാൻ വെച്ചിട്ട് തിന്നും പോലില്ല. അതുകൊണ്ട് ആ ഭാരി ജാഗ്രത ആക്കല്ലോ ഒന്നത്. നൻ്റെ പേരിൽ രജിസ്റ്റർ ആയിട്ടായിരുന്നു, എൻ്റെ ബാപ്പ ഉണ്ട്, എൻ്റെ ഇറങ്ങന്മാരിൽ നണ്ടത്, പിന്നെ നണ്ടത് നക്ക് തന്നിട്ടായിട്ട് നക്ക് രജിസ്റ്റർ ആയിട്ടായിട്ട് എല്ലാവരും എതിരില്ലേ എന്തെങ്കിലും തൊന്തരമില്ല. അങ്ങനെ ഇല്ലാണ്ടിതേ അതുകൊണ്ട് സോബത്ത് എന്താക്കില്ല അള്ളാഹു. അതുകൊണ്ട് ധാരങ്ങൾ ഹക്കുണ്ടെങ്കിൽ അള്ളാഹു മാഫാക്കണമില്ല, തോപ സ്വീകരിക്കൂ. ഒന്ന് മനുഷ്യന്മാരെ ഹക്കടങ്ങോട്ടോ അതുണ്ടെങ്കിൽ നാലാഹറിൽ എന്താവട്ടെ എല്ലാം ഞങ്ങളതെല്ലാം അങ്ങ് കൊടുക്കണാവട്ടെ, നാലാഹറത്തിൽ എല്ലാം ഞങ്ങളതെല്ലാം അങ്ങ് കൊടുക്കേണ്ടി വേണ്ട. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ഹക്ക് ഒന്നില്ലാത്ത പോലെ കൈയുടെ പരമാവധി ജാഗ്രത ഉണ്ടെങ്കിൽ എന്താക്കണം, രണ്ട് കൈ ഉദ്ദാക്കി നാൽക്കും ദുആർക്കണം. അല്ലാഹു യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വെച്ചോണ്ടല്ല ബേക്ക് കൊടുക്കൂ, ഇല്ല അലക്ക് കൊടുക്കാവില്ലല്ലേ, തിന്നിട്ടായിട്ട് അല്ലെങ്കിൽ നായിട്ട് ആക്കിയിട്ടായിട്ട് അങ്ങക്ക് വേണ്ടിയിട്ട് മാഫാക്കും. അള്ളാഹു ചൊല്ലാം അങ്ങനെ പഠിച്ചവനെ അങ്ങനെ സർവ്വദോഷം മാഫാക്ക്, അങ്ങനെ സർവ്വദോഷം നീ മാഫാക്ക്, അങ്ങനെ സർവ്വദോഷം നീ മാഫാക്ക് എന്ന് 4-5 നിസ്കാരം ദ്വാർക്കണം, അല്ലാത്ത ടൈമിലും ദ്വാർക്കണം. ഒട്ടാരെ സമ്പൂർണ്ണം എന്താവണം, മനുഷ്യന്മാരോ ഋണത്തിൽ മുക്തിയാവണം. ഇല്ലെങ്കിൽ അള്ളാഹ് എന്താക്കില്ല, തോബ സ്വീകരിക്കണമില്ല. അതുകൊണ്ട് ഭാരി ഡേഞ്ചർസ് ഒന്നും മനുഷ്യന്മാരെ ബകയിൽ കൈയിടും. മനുഷ്യന്മാർ ഏതും കൈയിടാണ്ട് മനുഷ്യന്മാർ നണ്ടനാ സീറോ ആക്കിയിട്ട് ഭയങ്കര ബാക്കി ഇതല്ല, ഇത് ഹീറോന്മാരല്ലേ. അപ്പോൾ പിന്നെ നക്ക് വേറെങ്ങനെ കൈയിട്ടൊരു ബാബയെ പണ്ടില്ല ആ നിലയ്ക്ക് ജീവിക്കണു. ജീവിച്ചിട്ട് അങ്ങനെ ജീവിച്ചിട്ട് ഞങ്ങൾ തോബ അസ്തഗ്ഫിറുല്ലാഹൽ-അലീം ബിറഹ്മതികല്ലദീ വസിഅത കുല്ല ശൈഇൻ അസ്തഗ്ഫിർ യാ റബ്ബൽ ആലമീൻ എന്ന് വെച്ചെങ്കിൽ അള്ളാഹ് സ്വീകരിക്കടാ, ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഭാരി നോക്കുമല്ലോ ഒന്നെന്തോ ഞങ്ങളെ കൽബെല്ലാം വിശാലായിട്ട് അങ്ങനെ ഹക്കില്ലാണ്ട് നയാപൈസ കൊടുക്കുകയില്ലാണ്ട് കൊടുക്കുവാവുന്നുണ്ട് കൊടുക്കുകയില്ല. ಅದಕ್ಕೆಲ್ಲ ಹಿಕ್ಕಮತ್ ಅದಕ್ಕೆ ತಂತ್ರ ഉണ്ടാക്കിയിട്ട് ഉപായം ഉണ്ടാക്കിയിട്ട് എങ്ങനെ മാഫാക്കപ്പെട്ടു. ആ നിലയ്ക്ക് മാഫാക്കിയിട്ട് ജീവിച്ചിട്ടെങ്കിൽ ഞങ്ങളെ ദോഷം എന്താക്കട അള്ളാഹു എത്ര ആക്കിയിട്ട് എന്താക്കട അള്ളാഹു എടുത്തോളോ റോഹു തൊണ്ടക്കുയ്ക്ക് എത്ര അവിടുത്തോളോ തോപത്തെ വായിൽ തുറന്നിട്ടേ കിടും, തൊണ്ടക്കുയിൽ എത്ര എടുത്തോ തുറന്നിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, ആ നിലയ്ക്ക് തോബ ചെയ്യണങ്ങ ഞങ്ങൾ അതുകൊണ്ട് 4 തോപത്ത് 4 കണ്ടീഷൻ എല്ലാവരും ഗൊന്തിക്കണം. ആ കണ്ടീഷൻ പ്രകാരം ഇനി മാത്രം തോബ അല്ല സ്വീകരിക്കണം, ഇല്ലെങ്കിൽ തോബ അല്ലാഹു സ്വീകരിക്കലെന്ന ബോധം ഉണ്ടാവണം. പഠിച്ചവൻ നിങ്ങൾക്ക് ആറ് ഹക്കല്ല കുറച്ച് സമയം കൊടുക്കൊണ്ട് ഗൊന്തില്ലാണ്ടല്ല ഗൊന്തുണ്ടുണ്ടായിട്ട് കൊടുക്കണേ ഫറല്ലാല് ഗൊന്തില്ലാണ്ട് ഉണ്ടൈತೆ പഠിച്ചവൻ ഞങ്ങളെല്ലാം അങ്ങനെ സർവ്വദോഷം നീ മാഫാക്ക് പഠിച്ചവനെ നമ്മൾ നീ മാഫാക്കിരുന്ന റഹ്മാൻ ನಾವು ನೀನು ಮಾಫಾಕಂಬೋಲೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆ ഉണ്ടാക്കുക അല്ലാ. ഞങ്ങളെല്ലാം സർവ്വദോഷം നീ മാഫാക്കല്ല, ഞങ്ങളെല്ലാം പറഞ്ഞവൻ ഖൈർ അഹ്ലുകാർ കൊടുത്താക്കല്ല, ഇസ്സത്തിലാക്കല്ല, ഒട്ടാട് അവസാനമാക്കി നന്നായിട്ട് എങ്ങനെ ഒന്ന് ഈമാൻ സലാമത്തായി ഭൂമിയുടെ അടിയിൽ റഹാത്തിൽ പോയിട്ട് അടങ്ങി വരം കൂടെ പഠിച്ചവനെ അടങ്ങി താമസിക്കണം, അല്ല വിശ്രാന്തി എടുത്തോളം വലിയ സൗഭാഗ്യക്കാരെ കൂടുതൽ ഞങ്ങളെ നീ പെടുത്ത അല്ലാ. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.